ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു ബുക്കിന്റെ കവർ പേജ് കണ്ട് അതിനെ മോശമെന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് തെറ്റി. അതൊരു പക്ഷേ നല്ലതായിരിക്കും. നിങ്ങളൊരു ബുക്കിന്റെ കവർ പേജ് കണ്ട് അതിനെ നല്ലത് എന്ന് വിലയിരുത്തിയാൽ അതിൻ്റെ ഭാഗം അങ്ങേയറ്റം മോശമായിരിക്കും. നിങ്ങളൊരു ഫ്രൂട്ടിനെ അതിൻ്റെ മുൻഭാഗം കണ്ട് വിലയിരുത്തിയാൽ അതൊരു പക്ഷെ അഴുകി പുഴുത്തതായിരിക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ലോക ഫുട്ബോളിലെ അധികായന്മാരുടെ പോക്ക്. നമ്മളെ എന്താ പറയുക, നമ്മുടെ തകർച്ച പൂർണ്ണമാകുന്ന എന്തുകൊണ്ടെന്ന് അറിയാവോ? നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ കുത്തുമ്പോഴാണ്. അതേ രീതിയിൽ ലോകത്തെ 1-ാം നമ്പർ ക്ലബ്ബ് മാറുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും, വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. കഷ്ടമുണ്ട്. നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ID ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് വയ്ക്കാം. പറഞ്ഞു വരുന്ന മറ്റാരെയും പറ്റിയല്ല, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സാക്ഷാൽ സിനദിൻ സിദാനും ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങൾ പന്തട്ടിയ മണ്ണ്, മാർസലോയും വെയിലും ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങൾ പന്തട്ടിയ മണ്ണ്. ഇങ്ങനെ എത്ര പാരമ്പര്യം പറയാനുണ്ട്. സാന്റിയാഗോ ബെർണാവുവിലേക്ക് വരുമ്പോൾ എതിരാളികൾ വിയർത്തിരുന്ന മണ്ണ്, സാന്റിയാഗോ ബെർണാവു എന്ന് കേൾക്കുമ്പോൾ എതിരാളികൾ കിടുകിട വിറച്ചിരുന്ന മണ്ണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രം പറയാനുള്ള മാഡ്രിഡ് നഗരത്തിന്റെ പ്രതീക്ഷയായ റയൽ മാഡ്രിഡിനെ പറ്റി തന്നെയാണ്. അവർക്കിപ്പോൾ കടന്നു പോകുന്ന അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലൂടെയാണ്. ഫെഡെ വാൽവേർഡെ വേഴ്സസ് ഷുമേനി, അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത്. അതായത് അറിഞ്ഞാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണത്. അത് എന്ന് വെച്ചാൽ ട്രെയിനിങ്ങിനിടയിൽ ടഫ് ടാക്കിൾസ് എല്ലാം നേരിടേണ്ടി വന്നിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ടഫ് ടാക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മനസ്സിൽ വെച്ച് ഇവർ പ്രതികരിക്കാൻ തുടങ്ങി. ഫൈറ്റായി, ഒരു ഉന്തും തള്ളൊക്കെ ഗ്രൗണ്ടിൽ വെച്ചുണ്ടായി. പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോയി. ഷുമേനി നമ്മുടെ വാൽവേർഡയെ പിടിച്ച് തള്ളുന്നു. അദ്ദേഹത്തിന്റെ തല പോയി ഡെസ്കിൽ ഇടിക്കുകയും അത് തല പൊട്ടുകയും ചെയ്യുന്നു. അത്രയും ഗുരുതരമായ ഇഷ്യൂ ആണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ ഡ്രസ്സിംഗ് റൂമിൽ നടക്കുന്നത്. എന്നിട്ടും പഴമായി മാറുകയാണ് അൽവാരോ അർബിലോവ എന്നത് നിസ്സംശയം പറയേണ്ട കാര്യമാണ്. അൽവാരോ അർബിലോവ എന്ന പരിശീലകൻ മിണ്ടാതിരുന്നു എന്നത് അദ്ദേഹം ഒരു കോച്ചാണോ എന്ന് പോലും ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം എന്തിനാണ് ഇനി അദ്ദേഹത്തെ വെച്ചോണ്ടിരിക്കുന്നത്? ഇത്രയും ലോകോത്തര താരങ്ങളെ നിയന്ത്രിക്കാൻ ആകുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവുകേട് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. റയൽ മാഡ്രിഡിന്റെ ഡ്രസ്സിംഗ് റൂം പുകയാൻ തുടങ്ങിയത് ഇതിനു മുമ്പൊന്നും അല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മുടെ വിനി ജൂനിയർ, അദ്ദേഹം ഇങ്ങനെ പിൻവലിക്കുന്ന സമയത്ത് സാവി അലോൻസോ പരിശീലനായ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പിൻവലിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തുകൊണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു പരിശീലകൻ, ഒരു കോച്ചിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കേൾക്കുന്ന അപമാനം എത്രയെന്ന് ആലോചിക്കുക. ശരിയാണ്, ക്രിസ്ത്യാനോ ഈ രീതിയിൽ ഒരു ആക്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം ചെയ്തത് എങ്ങനെയാണ്? അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അതായത് ചേഞ്ച് ചെയ്യാൻ നിന്ന സമയത്ത് എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കോച്ചിനെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചു. എന്നാൽ കോച്ചിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വിനി പോയി. അതേപോലെ റോഡ്രിഗറും കരോളിൻ, അദ്ദേഹം ആ രണ്ട് താരങ്ങൾ തമ്മിലും ഒരു ഉരസലുണ്ടായി. സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ 6 താരങ്ങൾ റയൽ ബെറ്റീസിനെതിരെയുള്ള മത്സരത്തിന് ശേഷമാണ് ഈ ഇഷ്യൂസ് നടക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, 6 താരങ്ങൾ അൽവാരോ ആർബിലോവയും തമ്മിൽ മിണ്ടിയിട്ട് നാളുകളേറെയായി. അതായത് ഡ്രസ്സിംഗ് റൂം പുകയുകയാണെന്ന് അർത്ഥം. മാഡ്രിഡ് നഗരം പുകഞ്ഞാൽ നമ്മൾ ഈ സീസൺ കണ്ടതാണ്. ഇത് ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയും രൂക്ഷമായ ഒരു അന്തരീക്ഷത്തിലൂടെ സാന്റിയാഗോ ബെർണാവു കടന്നു പോയിട്ടില്ല. കൂവി വിളിക്കുകയാണ് ആരാധകർ. അതേപോലെ തന്നെ കൊരങ്ങ എന്ന് മുമ്പേ അധിക്ഷേപിച്ചാണ്. പക്ഷെ ഇത് കൂടിയിട്ടുണ്ട് വിനിക്കെതിരെ സ്വന്തം ആരാധകർ തന്നെ. ഇതിന് 10 ലക്ഷം ആരാധകർ സൈൻ ചെയ്ത ഒരു പെറ്റീഷൻ പെറസിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്, എംബാപ്പെ ഔട്ട് എന്ന് പറഞ്ഞ്. അത്രയും രൂക്ഷമാണ് സാഹചര്യങ്ങളെന്ന് വ്യക്തം. അതേപോലെ തന്നെ ഫാബ്രിസിയോ റൊമാനോ, ലോക ഫുട്ബോളിലെ ജേർണലിസ്റ്റുകളിലെ പരുന്ത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഞാൻ പ്രതീക്ഷിക്കുന്നു, അദ്ദേഹം പറയുകയാണ് 5% മാത്രമാണ് അർബിലോവ ഈ ക്ലബിൽ തുടരാൻ മാനേജ്മെന്റിലും അതേപോലെ താരങ്ങളിലും കോച്ചസിലും മാറ്റങ്ങൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ
അത് തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. പക്ഷേ ആർബിലോവ 5% 0% ആണ് അദ്ദേഹം അവിടെ തുടരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. എന്താ പറയുക, പെർസിന്റെ സ്വഭാവം വെച്ച് ചവിട്ടി പുറത്താക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ചവിട്ടി പുറത്താക്കിയിട്ടില്ല. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ സാബി അലൻസോ പുറത്തേക്ക് പോയതിനു ശേഷം കാർലോ ആൻസലോട്ടിക്ക് ശേഷം സത്യം പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ഒന്നും എഴുന്നേറ്റ് നിന്നിട്ടില്ല. സാബി അലൻസോയ്ക്കും ശേഷം സാബി അലൻസോയുടെ കീഴിൽ കുറച്ചെങ്കിലും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സാബി അലൻസോ പോയതിനു ശേഷം 2 ഗ്രൂപ്പായി തിരിഞ്ഞു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹത്തെ എന്താ പറയുക എതിർക്കുന്നവരും, അങ്ങനെ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ ആർബിലോവ നട്ടം തിരികെയായിരുന്നു എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. മെഴീക്കൊണ്ട് എന്തായാലും ഫെഡെ വാൽവേർഡെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു പ്രശ്നവും ഇവിടെ ഇല്ല, എൻ്റെ തല നെറ്റിയിൽ ഇടിച്ചത് ഞാൻ എന്ത് പറയുന്നത്, എൻ്റെ നെറ്റി എന്താ പറയുക ഡെസ്കിൽ ഇടിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. റയലിന്റെ മെഡിക്കൽ റിപ്പോർട്ട് കൃത്യമായി പറയുന്നുണ്ട് ഡ്രമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് തല എന്താ പറയുക ഇടിച്ചാലേ അങ്ങനത്തെ രീതി ഇഞ്ചുറി വരും. പിന്നെ അതേപോലെ തന്നെ നെറ്റി അങ്ങനെ ഇടിച്ച ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ 2 താരങ്ങളെ എന്തിന് റയൽ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്ന രീതിയിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം? എന്തിന് അങ്ങനെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് റയൽ എടുക്കണം? എന്നാലും പെറസിന്റെ കസേര പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് റയൽ മാഡ്രിഡ് എത്തിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് അവർ എൽ ക്ലാസിക്കോയ്ക്ക് ബാഴ്സലോണയ്ക്കെതിരെയുള്ള മാച്ചിന് ഇറങ്ങുന്നതെന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് കാത്തുതന്നെയിരിക്കണം. ട്രോഫിയിലെ സീസണ് പിന്നാലെ റയൽ മാഡ്രിഡ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു കാര്യം നേരിടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ആർബിലോവ പോയതിനു ശേഷം ഹോസെ മൊറീനോയോ സിനദിൻ സിദാനോ അങ്ങനെ എർഗൻ ക്ലോപ്പോ അങ്ങനത്തെ ഐക്കോണിക് കോച്ചസ് വരട്ടെ. ഈ താരങ്ങളെ നിയന്ത്രിക്കാൻ അവരെ കൊണ്ടേ പറ്റൂ. താരങ്ങളല്ല പരിശീലകനെ നിയന്ത്രിക്കേണ്ടത്, പരിശീലകനാണ് താരങ്ങളെ നിയന്ത്രിക്കേണ്ടത്. സോ ഇവന്മാരിങ്ങനെ കാണിക്കില്ല ഈ ഹോസെ മൊറീനോയുടെയോ അല്ലെങ്കിൽ സിനദിൻ സിദാന്റെയൊക്കെ മുന്നിൽ. അവരെ പിടിച്ച് ഒട്ടിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നു. ബൈ.